ഈ 3 പ്ലേയേഴ്സിന് ഇപ്പോൾ അർജന്റീനൻ പ്ലേയേഴ്സിന് ബാൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് ഫിഫ അത്രയും റിഗ്ഡ് അല്ല അർജന്റീന ടുവേർഡ്സ് എന്തെങ്കിലും നിങ്ങളുടെ ഒപ്പീനിയൻ മാറിയിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഈ ബാൻ കിട്ടാൻ കഴിഞ്ഞിപ്പോയി. ഞാൻ പറയുകയാണെങ്കിൽ പുള്ളി 2022 ബാൻ ചെയ്യേണ്ടതായിരുന്നു. സോ ചില ആൾക്കാർ പറഞ്ഞ അർജന്റീന ഇന്നും ഇന്നലെ തുടങ്ങിയെന്നുള്ള ഈ കൂടെ എപ്പോഴേ എന്നും അവർക്കുണ്ട് ഈ ഒരു പരിപാടി. സോ വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ട് വന്നിട്ട് സ്പെയിൻ കപ്പ് കൊണ്ടുപോയി. അർജന്റീന എനിക്ക് തോന്നുന്നത് സപ്പോർട്ടേഴ്സിൻ്റെ നമ്മളൊക്കെ വീഡിയോസും നമ്മളെല്ലാം ഓൺലൈനിൽ കണ്ടതാണ്. അപ്പോൾ അത്രയും വലിയൊരു ലോസ് അവർക്ക് ഫൈനലിൽ നടന്നു. പക്ഷെ അതുവരെ അവർ ഈ സ്ട്രീക്ക് അവർ ഫോളോ ചെയ്തുകൊണ്ട് വന്നുകൊണ്ടിരുന്നു. എല്ലാ ഗെയിമിലും ലാസ്റ്റ് മിനിറ്റ് ജയം സംഭവം എല്ലാം ആ ഒരു ഗെയിമോടെ പോയി. അർജന്റീനയ്ക്ക് കിട്ടിയ അല്ലെങ്കിൽ ഫിഫയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ കോൺട്രവേഴ്സി അല്ലെങ്കിൽ കോൺസ്പിറസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിഫയും അർജന്റീനയും തമ്മിൽ ടൈപ്പ് ഉണ്ട്, അവർ തമ്മിൽ എന്തൊക്കെയോ സംഭവങ്ങളുണ്ടെന്നുള്ള എല്ലാ സംഭവവും ഡിസ്പ്രൂവ് ചെയ്യുന്നതായിട്ട് ഫിഫ കാണിച്ചുകൊണ്ട് ഫിഫ എനിക്കൊന്ന് 3 പ്ലെയേഴ്സിന് ബാൻ, എനിക്കൊന്ന് ഏതൊരു കോച്ചിന് ബാൻ, പിന്നെ അതിനൊപ്പം തന്നെ AFA ആയിട്ട് എന്തൊക്കെയോ സംഭവങ്ങൾ, അങ്ങനെ കുറേ ഇഷ്യൂസ് അർജന്റീനയ്ക്കെതിരെ. ഇപ്പോൾ ഈ റീസെൻ്റ്ലി അവർ എനിക്കൊന്ന് ഒരു പ്ലെയർ ഇപ്പോൾ പരഡേസിൻ്റെ ഏജ് എത്ര 32 വയസ്സ്, 32 ഒരു വർഷത്തിനടുത്ത് പുള്ളിക്ക് ബാൻ, 10 കളി ബേസിക്കലി കളിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത്രയും സംഭവങ്ങൾ ഇപ്പോൾ വന്നേക്കൊണ്ട്. അപ്പോൾ ഒന്ന് അർജന്റീനയെ, അപ്പോൾ ഈ അർജന്റീനയ്ക്കോടുള്ള ഫേവറേറ്റിസം ഫിഫയ്ക്കുണ്ടെന്ന് പറയുന്നത് സംഭവിച്ചിട്ട് അവർ മാറ്റാൻ നോക്കിയതാണോ? 2 ഇത് ഇച്ചിരി കൂടിപ്പോയോ അതോ ഫെയർ ആണോ പുള്ളി കിട്ടിയ ഒരു സംഭവം? ഫെയർ ആണ്. ഞാൻ പറയുകയാണെങ്കിൽ ലെറ്റ്സ് അൺലീഷ് ഷൈനോ അല്ലേ എല്ലാവരുടെയും ഇത് പറയണത്. മനസ്സിലാക്കി എന്താ ഒന്ന് ഞാനിപ്പോൾ എന്താ പറയുക, ഫുട്ബോൾ കാണാത്ത അത് കാണുമ്പോൾ അവൻ ആ വീഡിയോ ഞാൻ കണ്ടായിരുന്നു. അത് കണ്ടിട്ട് എനിക്ക് ബാൻ ചെയ്ത് ഫെയർ, അത് വൈകിപ്പോയെന്ന് ഞാൻ പറയുള്ളൂ. കണ്ടിട്ട് പറയുകയാണെങ്കിൽ ആ ഇടി ഉണ്ടാക്കുന്നതാണെങ്കിൽ ലിറ്ററലി ജസ്റ്റ് ഒരു കളിയുടെ ഇടയ്ക്ക് പറ്റുന്നത് പോലെ അല്ല, പിള്ളേർ ഇടി ഉണ്ടാക്കുന്ന പോലെ ഇടി ഉണ്ടാക്കുക, അങ്ങനെയുള്ളതൊക്കെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കളി അത്രയും ഹീറ്റ് ഓഫ് ദി മൂവ്മെന്റ് അല്ലേ, അത്രയും വർഷങ്ങളുടെ കാത്തിരിപ്പ്, ഇത്രയും ഇതിന്റെ പ്രിപ്പറേഷൻ, ഈ 90 മിനിറ്റിലെ ഓട്ടം ചാട്ടം, ഇത് എല്ലാത്തിൻ്റെ ഇത് അവസാനം തോക്കുകയും ചെയ്തതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ കളിയിൽ ഇറങ്ങി. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ മറ്റേ പ്ലെയറിന് ഇഞ്ചുറി ഒന്നും വന്നില്ല, പുള്ളി സ്റ്റിൽ ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്. ഹീറ്റ് ഓഫ് ദി മൊമെന്റ് ആയിരുന്നു. ഹീറ്റ് ഓഫ് ദ മൊമെന്റ് ഇത് ആദ്യമായിട്ടല്ല വേൾഡ് കപ്പ് നടക്കുന്നത്. വേൾഡ് കപ്പ് തുടങ്ങിയിട്ട് വർഷങ്ങളായി ഇതുപോലൊരു സംഭവം ഇത് നടന്നിട്ടേ ഇല്ല. അല്ല, ഇവര് ചെയ്യുന്നത് തന്നെ അവരും ചെയ്തുള്ളൂ. കളി ജയിച്ചപ്പോ സെലിബ്രേറ്റ് ചെയ്തു, അതന്നെ ഇവരും ചെയ്തുള്ളൂ. ഇവരിത്രേ ചെയ്തുള്ളല്ലോ. കഴിഞ്ഞ വേൾഡ് കപ്പിൽ അർജന്റീന ജയിച്ചിട്ട് അവരെന്തൊക്കെ ചെയ്തേ? കളി ജയിക്കുമ്പോഴോ മറ്റേ അവരുടെ ജയിക്കുമ്പോൾ ഉണ്ടാകുന്ന സെലിബ്രേഷൻ വഴി കുറച്ച് കോൺട്രവേഴ്സി ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ബാൻ പൊക്കെ കാണിച്ചത് മറ്റേ ഒരു വാറിന്റെ അർജന്റീന ഒരു ഒന്നും വന്നിട്ടില്ല. അതിനും കൂടെ AFAക്ക് അവരുടെ 320,000 എന്താണ്ട് ഫൈൻ. പിന്നെ ആന്റി റേസിസം ക്യാമ്പയിൻ ഉള്ള എന്തോ ഫണ്ട് അവർ ഇറക്കണം എന്നുള്ളത് ഇത് കൊടുത്ത്. പക്ഷെ എനിക്ക് ഇവന്റെ കാരണം ഇവൻ വേൾഡ് കപ്പും കഴിഞ്ഞിട്ട് ക്ലബ് ഫുട്ബോളിൽ ഇറങ്ങിയിട്ട് അവിടെ പോയിട്ട് അവിടെ ആരും ഇടിച്ചിട്ട് എന്നിട്ട് അവിടെ നിന്ന് റെഡ് കാർഡ് മേടിച്ച് അവിടെ ഭയങ്കര അടി. എനിക്ക് ഒന്ന് ഒരു ബാൻ ഇതുപോലെ ഒരു സാധനം കൊടുത്തില്ല, ഇവൻ ഓടി നടന്ന എല്ലാവരും വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ ഏജ് 32 വയസ്സായി. ഇനിയിപ്പോ പുള്ളിക്ക് 1 വർഷത്തെ ബാൻ കിട്ടി. ആ സമയം കൊണ്ട് മില്ലറ്റ്സ് അവർ ഒരു യങ്സ്റ്റർ എന്തായാലും കുറെ കളി കളിക്കണല്ലോ, 10 കളി കളിക്കില്ല പുള്ളി. പുള്ളി ഇന്റർനാഷണൽ ഫുട്ബോൾ അർജന്റീനയ്ക്കും പിന്നെ എനിക്ക് തോന്നുന്നു മറ്റേ ക്ലബ് ഫുട്ബോളൊക്കെ പോയി ഇവിടെ അർജന്റീനയിൽ ഏതോ ക്ലബിന് വേണ്ടി പക്ഷേ ക്ലബ് ഫുട്ബോളിൽ ബാൻ കിട്ടിയിട്ടില്ല, ഇന്റർനാഷണൽ മാത്രമേ സ്റ്റിൽ കളിക്കാം. 10 ഇന്റർനാഷണൽ കളി ഇന്റർനാഷണൽ പുള്ളിക്ക് തിരിച്ചു വരാൻ പറ്റും എന്തായാലും 34, പിന്നെ ഇപ്പൊ തിരിച്ചു വരുമ്പോൾ 34. ആ സമയം കൊണ്ട് എനിക്കൊന്ന് അർജന്റീനയ്ക്ക് ഒരു നല്ല മിഡ്ഫീൽഡറും കൂടി കിട്ടുവാണെങ്കിൽ പിന്നെ പുള്ളിക്ക് എന്തെങ്കിലും കരിയർ ഉണ്ട്. അതിപ്പോ അടുത്ത വേൾഡ് കപ്പിൽ എന്തായാലും പുള്ളി ഉണ്ടാവുന്നൊരു ഉറപ്പില്ല. അതെ, അടുത്ത വേൾഡ് കപ്പ് വരെ എന്തായാലും ഉണ്ടാവും. വേൾഡ് കപ്പിൽ പുള്ളി ഈ സ്വഭാവം വെച്ചിട്ടൊക്കെയാ പോകുന്നെങ്കിൽ. പക്ഷെ ഒരു തരത്തിൽ നല്ല കാര്യമല്ലേ, എന്തിനാ പ്രൊമോട്ട് ചെയ്ത് വിടുന്നത്, അതായത് അല്ലെങ്കിൽ എന്തിനാ മൈൻഡ് ചെയ്യാതെ. പക്ഷെ അങ്ങനെയാണെങ്കിൽ ആ ടീമിന് എല്ലാത്തിനും കൊടുക്കണം. കാരണം ഇവൻ മാത്രമല്ല പ്രശ്നക്കാരൻ, ആ ടീമിൽ എല്ലാവരും പ്രശ്നക്കാരൻ. എനിക്കൊന്ന് 3-4 പ്ലെയേഴ്സിനും സ്റ്റാഫിനും ഫൈനും ബാനും കിട്ടി. പിന്നെ സ്പെയിനിലൊരു പ്ലെയറിന് കിട്ടി ഒരു കളി ബാൻ, ഗാവിക്ക് ഒരു കളി ബാൻ കിട്ടി. അപ്പോൾ ഇത് അർജന്റീന ഫുട്ബോൾ ടീമിന്റെ മൊത്തത്തിലുള്ള എന്തോ വലിയ കാര്യമായ തകരാറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർക്കെതിരെ ഭയങ്കര വലിയ ഇൻവെസ്റ്റിഗേഷനൊക്കെ നടക്കുന്നുണ്ട്, FBI ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്. അവരെന്തോ $300 US വഴി അങ്ങോട്ട് ഫണൽ ചെയ്തെന്നോ ഒരു തെളിവൊന്നും ഇല്ലാതെ കുറേ $300 മില്യൺ US വഴി അവർ ഫണൽ ചെയ്തെന്നൊക്കെ പറഞ്ഞു. അതിന് പക്ഷേ പേപ്പറൊന്നുമില്ല, ഡോക്യുമെൻസും കാര്യങ്ങളൊന്നുമില്ല. ഏതോ ആരും കിട്ടില്ലാതെ കുറേ കമ്പനികൾ വഴി കുറേ പൈസയൊക്കെ അങ്ങോട്ട് ഇടുന്നുണ്ട്, അതിൻ്റെ രേഖകളൊന്നും ഇല്ലാതെ. അപ്പോൾ അതിന് ഇൻവെസ്റ്റിഗേഷൻ തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ക്ലബ്ബ് അല്ല ആ നാഷണൽ ടീം മൊത്തത്തിൽ എന്തൊക്കെയോ ഒരു അല്ലാതെ ഉടായ്പ ടീം പോലൊക്കെ ഒരു തോന്നൽ എനിക്ക് മാത്രം തോന്നുന്നതാണോ നിങ്ങൾക്ക്? അർജന്റീനയെ എക്സ്ട്രാ ഫേവറേറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഇല്ലെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള ഒപ്പീനിയൻ തന്നെ മാറിയോ?
ഈ മാറിയിട്ടൊന്നുമില്ല. അതിപ്പോ വേൾഡ് കപ്പ് കഴിഞ്ഞുള്ളൂ, പിന്നെ അത് കഴിഞ്ഞ് ഇനിയിപ്പോ ഇന്റർനാഷണൽ ഇതുവരെ കളിച്ചിട്ടില്ല. ഇനിയിപ്പോ എന്താ അടുത്ത വരാൻ പോകുന്നത്? ഇതിനു വേണ്ടി തന്നെ ഇത്രയും ഫൈനൊക്കെ അവർ കൊടുത്തില്ല. ഫൈൻ കൊടുത്തു ഈ പ്ലെയറിന് ഇത്രയും ഒരു വർഷം. അത് കൊടുത്തില്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ടത് എത്ര നാൾ കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത്? അത് അപ്പം തന്നെ ചെയ്യേണ്ട പരിപാടിയല്ലേ കാര്യം പറഞ്ഞാൽ അവർ നോക്കി കഴിഞ്ഞാൽ ഒരു മാസം എടുത്ത് പിന്നെയും പോട്ടെ, ഒരു മാസം എടുത്ത് കുഴപ്പമില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് അത് ചെയ്യേണ്ടായിരുന്നു ചെയ്ത്, അതിൽ കൂടുതൽ കുറവൊന്നുമില്ല. ഇതിപ്പോൾ വേറെ ആരാണെങ്കിലും ഇത് തന്നെ ചെയ്യത്തുള്ളൂ. ഒരു എക്സ്ട്രീം പോയതായിട്ട് എനിക്കും തോന്നുന്നില്ല ഇതിൽ. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഇതിവർ ചെയ്തില്ലായിരുന്നെങ്കിൽ ഓബിയസ്ലി ഒരു മാസത്തോടെ കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർ പറഞ്ഞേനെ ഫിഫ ഇതുവരെ ഒന്നും ചെയ്തില്ല, അർജന്റീനക്കുള്ള ഫേവറേറ്റിസം. കാരണം കളി കഴിഞ്ഞപ്പോൾ തന്നെ 10-20 മില്യൺ എന്നാണ്ട് ആൾക്കാർ പെറ്റീഷൻ സൈൻ ചെയ്ത് അർജന്റീനയെ വേൾഡ് കപ്പിൽ നിന്ന് ബാൻ ചെയ്യണമെന്ന് പറഞ്ഞ്, പെർമനൻ്റ് ബാൻ ചെയ്യണമെന്ന് പറഞ്ഞ് ലോകത്തെ 10-23 മില്യൺ ആൾക്കാർ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, ലോകം ഫുള്ള് ഇത് തന്നെയാണ് പറയുന്നത്, നമ്മൾ മാത്രം പറയുന്നതല്ല, എല്ലാവരും ഇത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ പിന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ ആക്ഷൻ എടുത്തില്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നമായി പോയേനെ. അതുകൊണ്ട് എന്തോ ഒരു മെഷർ പോലെ എനിക്ക് സേഫ് സോണിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ ഫേവറേറ്റിസം ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോഴത്തേക്ക് ഒരു സേഫ് സോണിൽ നിൽക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ആക്ഷൻ എടുത്തത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇതും കൂടെ ചേർത്ത് വെച്ച് പറയും. പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് അടുത്ത ഇഷ്യൂ വരുമ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് ഇത്രയും നാളായിട്ട് തന്നെ നടക്കുന്നത് ഇഷ്യൂസിൻ്റെ എണ്ണം കൂടുന്തോറും ഫേവറേറ്റിസം ആണെന്ന് ഒബ്വിയസ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇപ്പോൾ ഒരു ആക്ഷൻ എടുത്തില്ലെങ്കിൽ അവർ സേഫ് സോണിലാവില്ല. അതുകൊണ്ട് എടുത്തതായിരിക്കും. ഞാൻ അതാ പറഞ്ഞു, ഇവനെങ്ങനെയായിരുന്നു എനിക്കൊന്ന് കഴിഞ്ഞ വേൾഡ് കപ്പ് തൊട്ട് ഇത് തന്നെ പുള്ളി കാണിച്ചുകൊണ്ടിരുന്നത്. ഇടിച്ച് മറിച്ചിടുന്നത്, പ്ലേയേഴ്സ് ഇരിക്കുന്ന ഡഗ് ഔട്ടിലേക്ക് ബോൾ തൊഴിച്ചു വിടുന്നത്, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടി കിട്ടുന്ന കാര്യമാണ്. ഫുട്ബോൾ അവൻ ആ പിച്ചിൽ നിൽക്കുന്നതുകൊണ്ട് അവനിട്ട് വേറെ ആരും ഒന്നും ഇടിക്കാത്ത, ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും പുറത്തിറങ്ങി ഇടി കിട്ടും ഇങ്ങനത്തെ പരിപാടി കാണിച്ചു കഴിയുമ്പോൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ധൈര്യം വരുമെന്ന് തോന്നുന്നു, എന്ത് വേണമെങ്കിലും കാണിക്കാന്നുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നു തോന്നുന്നു. എനിക്ക് തോന്നുന്നു അർജന്റീനയിലെ എല്ലാ പ്ലേയേഴ്സിൻ്റെ അടുത്തും ഞാൻ ആ സാധനം കണ്ടിട്ടുണ്ട്, പിച്ചിൽ എന്ത് വേണം കാണിക്കാന്നുള്ളൊരു ധൈര്യം പോലെ. അത് ഓബിയസ് ആയിട്ട് ഞാൻ കണ്ടൊരു കാര്യം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ഒന്ന് ചെറുതായിട്ട് പേടിക്കും. കാരണം ഇപ്പം നീ പറഞ്ഞ പോലെ ഒരു വർഷം ഇന്റർനാഷണൽ ഫുട്ബോൾ കളിക്കാൻ പറ്റത്തില്ല, റെലവൻസ് കുറഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ അടുത്ത പ്ലെയറിനെ കിട്ടുക ഒരു വർഷം സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു അടുത്ത ഇന്റർനാഷണൽ കളിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എനിക്ക് കോപ്പ ഇപ്പം തിരിച്ച് 4 വർഷത്തേക്ക് പോയി, 4 വർഷത്തേക്കായി. അവരിതുപോലെ സ്ഥിരത ഇല്ലാത്തൊരു ഇതാ, 2 വർഷം ഇടയ്ക്ക് 2 വർഷം ഇടയ്ക്ക് വർഷവും ഇപ്പം തിരിച്ച് 4 വർഷത്തിലേക്ക് പോയി. പിന്നെ അടുത്ത ഇന്റർനാഷണൽ കളി ഇല്ല. ബേസിക്കലി പുള്ളിക്ക് കുഴപ്പമൊന്നുമില്ല. ഇന്റർനാഷണൽ അല്ല, പക്ഷെ എന്നാലും ഈ കളിയില്ലെങ്കിൽ പുള്ളി ഔട്ട് ഓഫ് ഫോം ആയി പോകത്തില്ലേ? കാര്യം കളിയുണ്ടല്ലോ, ക്ലബ്ബിൽ കളിക്കുന്നത്, ലീഗ് കളിക്കാം. പക്ഷെ അവിടെ എനിക്കൊന്ന് അവിടെ റെഡ് കാർഡ് കിട്ടി ഒരു കളി കഴിഞ്ഞ ദിവസം. ഇതുപോലെ അവിടെ പോയി തല്ല ഉണ്ടാക്കി, വെറുതെ പോയി തല്ലി. അതിന്റെ റെഫറിയോട് ചൂടാവാ പുള്ളി വെച്ച് റെഫറി തിരിച്ചൊന്നും പറയത്തില്ലെന്ന് പറഞ്ഞു. റെഫറി ആണെങ്കിൽ കാർഡ് പുറത്ത് വിട്ടു ഇറങ്ങിപ്പോക്കണം പറഞ്ഞു. ഇത് അർജന്റീന അല്ലെന്ന് പറഞ്ഞു. സംഗീതത്തിന് എന്താ വന്നു? എനിക്ക് തോന്നുന്നത് നല്ലൊരു ഡിസിഷനായിരുന്നു. എസ്പെഷ്യലി പുള്ളിക്ക് $90,000 ഫൈനും കൂടെ കൊടുത്തു. അത് ഒരു 90,000 എനിക്കൊന്ന് 2 പേർക്ക് എന്തോ കിട്ടിയെന്ന് തോന്നുന്നു. 2 പേർക്ക് കിട്ടി. പുള്ളിക്ക് 7 കളി ബാനും. അത് മൊളീനയ്ക്കാ. എനിക്കൊന്ന് മൊളീനയാ തുടങ്ങിയത്, ഓടി പോകുന്ന വഴിക്ക് ഒരു ഇടി വെച്ച് കൊടുത്ത് തുടങ്ങിയത്. രണ്ടുപേരും 2 സൈഡിൽ നിന്നായിരുന്നു, രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ടാണ്. രണ്ട് സൈഡിലായിരുന്നു, ഒരുത്തിന് അവിടെ ഒരുത്തിന് ഇവിടെ. പക്ഷെ അത് ഭയങ്കര ഒരു സീരിയസ് ആയിട്ടുള്ളൊരു ഫൈറ്റായിരുന്നു. അതിന് ഇത്രയെങ്കിലും കൊടുക്കണമായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അത് ഇപ്പോൾ ഏത് സ്പോർട്സിലാണേലും അത് അങ്ങനെ ചെയ്യുന്ന ഒട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമല്ലായിരുന്നു. അതിന് ഇത്രയും വലിയൊരു ഫൈൻ കൊടുത്താൽ എന്തായാലും നന്നായി. കാരണം എല്ലാവർക്കും ഒരു പേടി ഉണ്ടാകണ നല്ല കാര്യമാണ്. പുള്ളി ഇടിച്ച് ചവിട്ടി ബൂട്ടൊക്കെ വെച്ച് ഇടിച്ച് കൊല്ലുമായിരുന്നു എല്ലാത്തിനും. അതായിരുന്നു ഇങ്ങനത്തെ ഒരു ഫൈറ്റ് ഇതിനു മുമ്പ് ഉണ്ടായത്. അതിൽ എനിക്ക് തോന്നുന്നില്ല വലിയ ആക്ഷൻ ഒന്നും ഉണ്ടായെന്ന് തോന്നുന്നില്ലായിരുന്നു ആ സമയത്ത്. ക്ലിയർ ആയിട്ട് അറിയില്ല, പക്ഷേ ഈ ഫൈറ്റ് ഭയങ്കര ഫേമസ് ആയിരുന്നു. അതിന്റെ റീസൺ ഇത് തന്നെയായിരുന്നു. മറ്റേ ഇംഗ്ലണ്ടായിട്ട് അവരുടെ ഒരു മെയിൻ വാർ കിടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത്. ഈ മറ്റേ ഫോക്ലാൻഡ് ഐലൻഡ് ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് ആ സമയത്ത്. അത് കഴിഞ്ഞിട്ട് ഇടിച്ച് അതൊരു സീൻ സാധനമായിരുന്നു. ഇതത്രയും ഒരു ലെവലിലൊന്നും ഇല്ല. അതും ആൾക്കാരും കയറി വന്ന എല്ലാവരും കൂടെ വന്നു. അന്ന് മർഡോണ പുള്ളി സാധനമൊക്കെ സ്റ്റഫൊക്കെ അടിച്ചിട്ട് പുള്ളി പവറായിട്ട് ഇരിക്കുക. പുള്ളി 1 vs 100 പുള്ളി എല്ലാത്തിനും ചവിട്ടിക്കൊന്നു. പുള്ളി ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള പ്ലെയർ ആയിരുന്നു. അഗ്രസീവ് കളിക്ക് ഇറങ്ങുമ്പോൾ ഇത് വലിച്ചിട്ടില്ല ഇറങ്ങുന്നത്. അപ്പോൾ പുള്ളി അത് പറഞ്ഞാൽ ആരും സസ്പെക്ട് ചെയ്തിട്ടില്ല എന്ന് എല്ലാവരും ചോദിക്കുന്നത്. പുള്ളി ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട് തലകുത്തി മറിയുക ട്രെയിനിങ്ങിൻ്റെ സമയത്തൊക്കെ. അതൊക്കെ പുള്ളിയുടെ നാച്ചുറൽ സ്കില്ലാണെന്ന് വിചാരിച്ചിട്ടിരുന്നത്. സ്കില്ല് നാച്ചുറലാ, പക്ഷേ എനർജി ഉണ്ടല്ലോ, നിൽക്കാത്ത എനർജി. ഇങ്ങനെ ഒരു സ്റ്റഡി ഇങ്ങനെ ഇപ്പം പറഞ്ഞല്ലേ 1 vs 1000 ഒക്കെ ആയിരുന്നു. അതില് കാല് വെച്ച് എല്ലാത്തിനും ചവിട്ടി കൊല്ലുള്ളൂ. തലക്കെട്ടൊക്കെ അടിക്കുന്നത് ഇത്രയും കട്ടി മസില് കാലുകൊണ്ട് തലക്കൊക്കെ പുള്ളി ബൂട്ടിട്ട് കുത്തിക്കൊണ്ടിരുന്നത്. അതെ, അവരുടെ ബാക്ക്ഗ്രൗണ്ടാണത്. പണ്ടോട്ടുള്ള എനിക്ക് തോന്നുന്നു അർജന്റീനയുടെ പണ്ടോട്ടുള്ള സംഭവമാണ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒരടിയും ഒരു ഭയങ്കര ഹീറ്റുള്ള മാച്ച് ഉണ്ടായത് 22-ലെ അർജന്റീന നെതർലൻഡ് ആയിരുന്നു. അതും ഇതുപോലെ എന്തോ അവർക്ക് എന്തോ ഹിസ്റ്ററി ഉണ്ടായിരുന്നു തോന്നുന്നു, കോച്ചായിട്ടെന്തോ ലൂയി വാൻ എന്തോ ഹിസ്റ്ററി കോച്ച് എന്തോ പറഞ്ഞെന്നോ
മറ്റേ പിന്നെ ആ കളിയുടെ ഇടയ്ക്ക് മറ്റേ എനിക്കൊന്ന് മെസ്സിക്കും മറ്റേ ഒരു പ്ലെയറിന് എന്തോ ഇഷ്യൂ ഉണ്ടായെന്നോ മറ്റേ ആ ക്യാമറ ചോദിക്കുന്ന അത് കളി കഴിഞ്ഞിട്ട് അങ്ങനെ എന്താ നോക്കുന്നതെന്നൊക്കെ മെസ്സിക്ക് എന്താ നോക്കുന്നത്. അതിലും ഇതിപ്പം ഇടി ഉണ്ടാക്കുന്നത് എനിക്ക് തോന്നുന്നു നോർമലാണ്. എല്ലാ കളിയിലും ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇടി ഉന്തും തള്ളുമൊക്കെ. പക്ഷെ കളിയും കഴിഞ്ഞിട്ട് കുരകൊള്ളിക്കും കുത്തിപ്പിടിച്ച് തോറ്റു കഴിഞ്ഞിട്ട് പോയി കുത്തിമറിച്ചിടും എല്ലാത്തിനും. അത് ഒട്ടും സ്പോർട്സ്മാൻഷിപ്പ് അല്ല. അല്ല, ഒട്ടുമല്ല. സോ അപ്പോൾ അതിന് ഓക്കെ, ഇത് റീസണബിൾ ആണ്, ഫിഫ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു അത് അറ്റ്ലീസ്റ്റ്. സോ ഇനി നിങ്ങൾ ഫുട്ബോൾ ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ പറയുക ഇത് എത്ര ഫെയർ ആണ്, അൺഫെയർ ആണ്, റിക്വയർഡ് ആണെന്ന് എത്ര ശതമാനം ആൾക്കാർ പറയുന്നുണ്ട്. അതൊക്കെ താഴത്തെ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞറിയിക്കുക. ആൻഡ് ഞങ്ങൾക്കും വി വുഡ് ലവ് ടു നോ. ദാറ്റ് ബീങ് സെഡ്, ഇന്നത്തെ പോഡ്കാസ്റ്റ് നമ്മളിവിടെ ഇതും കൊണ്ട് റാപ്പപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ. ആൻഡ് ദെൻ നമ്മുടെ സൈഡിൽ നിന്ന് ഒഫീഷ്യൽ സൈൻ ഓഫ്. ടേക്ക് കെയർ ഗൈസ്, ടേക്ക് കെയർ, ബൈ. ബൈ.